ഞാൻ ഇത്രയും കാലം ആരോടും പറഞ്ഞിട്ടുമില്ല. ഉം. ഞാനൊരു നേതാക്കളോട് ആരോടും പറഞ്ഞിട്ടില്ല. ആരോടും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഇത് ഞാൻ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു വരുത്തി പറഞ്ഞതുമല്ല. അവർക്ക് ഒരു ബാങ്കിനെ സമീപിച്ചപ്പോൾ ബാങ്ക് 31-ാം തീയതി ജപ്തിക്ക് വെച്ചിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ബാങ്കാണ് അതിന്റെ കടലാസുകളൊക്കെ പുറത്തേക്ക് കൊടുക്കുന്നത്. അതിനുശേഷമാണ് ഞാൻ ഇവിടെ വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ മുഴുവൻ ഇവിടെ മുന്നിലുണ്ടായത്. അതുവരെ അത് ഞങ്ങളുടെ എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ലാതെ എൻ്റെ സുഹൃത്തുക്കൾക്കും ഇല്ല. എൻ്റെ ഏറ്റവും അടുത്ത് തന്നെ എനിക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന വലിയ സൗഹൃദങ്ങളുണ്ട്. അവരോടും പറഞ്ഞിട്ടില്ല. ഇല്ല, അവരുടെ കൂടെ വീട്ടുകാർക്ക് മാത്രം അറിയാം. കുടുംബത്തിന് മാത്രമേ അറിയൂ. സുഹൃത്തുക്കളോടും പറഞ്ഞില്ല, ആരോടും ചോദിച്ചിട്ടുമില്ല. ഇല്ല, ആരോടും. അത് നമുക്ക് പറയുന്നതോടുകൂടി പിന്നെ നമ്മളുടെ ഒരു വ്യക്തിത്വം അവിടെ നഷ്ടപ്പെടുക. എൻ്റെ സ്വന്തമായ ഒരു വ്യക്തിപരമായി ഞാൻ എടുത്ത ഒരു ലോണിന് മറ്റുള്ളവരെ എന്തിനാണ് ആ ബാധ്യത ഏറ്റെടുക്കേണ്ട ആവശ്യം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. അപ്പൊ ഞാൻ തന്നെ അത് കണ്ടെത്താം. അപ്പൊ എനിക്ക് ഒരു കൊച്ചു വീട്, ഞാൻ ആദ്യം താമസിച്ചിരുന്നത് ജാഫർ ഖാൻ കോളനിയിൽ. അതൊരു 8 സെന്റ് സ്ഥലത്ത് ഞാനൊരു വീട് എടുത്തു. ആ വീട് അന്ന് എടുത്തത് MLA ലോണുണ്ട്, ആ ലോണിലാണ് എടുത്തത്. പക്ഷെ അത് പതുക്കെ ചെറിയ ലോണായിരുന്നു, അടച്ചു വീട്ടി. അപ്പൊ ഇതിന്റെ ലോണ് ഇത് ഒന്ന് നവീകരിക്കുന്നതിന് വേണ്ടി വന്നിട്ടുള്ള 70 ലക്ഷം രൂപയാണ് മൊത്തം. CHന്റെ ഖബർ തൊട്ടപ്പുറത്താണ് അല്ലേ? തൊട്ടടുത്ത്. അപ്പൊ അതിനു വേണ്ടി എടുത്ത 70 ലക്ഷം രൂപയാണ്. അപ്പൊ മറ്റേ വീട് പിന്നീട് സഹോദരിക്ക് വേണ്ടിയിട്ട്? അല്ല, ആ വീട് ഞാൻ വിറ്റു. ആ തുക ഇതിൽ പകുതി ലോൺ കൊടുത്തു. പകുതി ലോൺ വിട്ടു. പക്ഷെ ഈ ലോൺ എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സമയം ചെല്ലും തോറും കൂടി പലിശ എങ്ങനെയാണ്? അപ്പൊ പഴയ നിലയിലേക്ക് തന്നെ എത്തി. ഞാൻ പകുതി കൊടുത്തെങ്കിലും വീണ്ടും പഴയ നിലയിലേക്ക് തന്നെ എത്തി. പിന്നെ ബാങ്ക് കുറെ അധികം സഹായിച്ചിട്ടുണ്ട്. അവർ കുറെ സമയം നീട്ടിത്തരികയൊക്കെ ചെയ്തു. പിന്നെ 1 ടൈം സെറ്റിൽമെന്റിന് ഞാൻ പോയി. അപ്പോൾ പിന്നെ 58 ലക്ഷം രൂപയുള്ളത് അവര് 49 ആക്കി തന്നു. പക്ഷെ അതും കൊടുക്കാൻ പറ്റിയില്ല. കാരണം നമ്മളിങ്ങനെ പലതും കാൽക്കുലേറ്റ് ചെയ്യും.